സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. പ്രധാന വാർത്തകൾ. എൽ.കെ. അദ്വാനിക്ക് ഭാരത് രത്ന, പരമോന്നത സിവിലിയൻ ബഹുമതി. 96-ാം വയസ്സിൽ അദ്വാനി രാജ്യത്തിന് നൽകിയത് മഹത്തായ സംഭാവനയെന്ന് പ്രധാനമന്ത്രി. കണ്ണീരായി തണ്ണീർ. പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര വനമുദ്യോഗസ്ഥർ ബന്ദിപ്പൂരിൽ. മരണകാരണം പരിശോധിക്കാൻ 5-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഇത് നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അത്തരം സംശയങ്ങൾ മനഃപൂർവ്വമാണെങ്കിൽ നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ ഭാവിയിലെ പ്രവർത്തനത്തിന് മാർഗദർശനം നൽകാനുള്ള സഹായമായ വിധത്തിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. അതിരപ്പിള്ളിയിൽ കാട്ടാന ചരിഞ്ഞു. കേരള സാഹിത്യ അക്കാദമിക്കെതിരെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. സാഹിത്യോത്സവത്തിലെ പ്രഭാഷണത്തിന് നൽകിയത് 2400 രൂപ. വണ്ടിക്കൂലിക്ക് പോലും തികഞ്ഞില്ലെന്ന് കവി. പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചെന്ന് കെ സച്ചിദാനന്ദൻ. നേതൃത്വം ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് പി.സി. ജോർജ്. 2019-ൽ കെ സുരേന്ദ്രന് ക്രിസ്ത്യൻ പിന്തുണ ലഭിച്ചില്ല. മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ബി.ജെ.പിയിൽ ചേർന്നതിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് അഭിനന്ദിച്ചെന്നും പി.സി. ഇതാണ് സ്ഥിതി. ഇതിപ്പോ എല്ലാം ഈ 3 വളപ്രയോഗം കഴിഞ്ഞിട്ട് ഇതിപ്പോ ഈ പതിരായി പോയി കഴിഞ്ഞു. ഇനി രക്ഷയില്ല. അപ്പൊ ഇനി കുറച്ച് കർഷകരെങ്കിലും രക്ഷപ്പെടേണ്ട ഒരു അവസരമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാഷ്ട്രീയം നോക്കാതെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് കർഷകർ, ഞങ്ങൾ ഒന്നാണ്. പല രാഷ്ട്രീയക്കാരും ഉണ്ടായില്ലേ. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം വെള്ളം നൽകാതെ തമിഴ്നാട്. പാലക്കാട്ടെ 5 പഞ്ചായത്തുകളിൽ നെൽപ്പാടങ്ങൾ ഉണങ്ങി. കർഷകരുടെ ആരോപണം തള്ളി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പ്രശ്നകാരണം മഴ കുറഞ്ഞതെന്ന് മന്ത്രി. 38% വെള്ളമേ ഉള്ളൂ. ഈ മഴക്കുറവ് വന്നതിനിപ്പോൾ നമ്മള് മന്ത്രി വിചാരിച്ചാൽ സാധിക്കുമോ? വിശദമായ വാർത്തകൾ നോക്കാം. മുതിർന്ന ബി.ജെ.പി. നേതാവ് എൽ.കെ. അദ്വാനിക്ക് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് പുരസ്കാര വിവരം അറിയിച്ചത്. ഇന്ത്യയുടെ വികസനത്തിന് എൽ.കെ. അദ്വാനി നൽകിയ സംഭാവനകൾ മഹത്തരമാണെന്ന് മോദി എക്സിൽ കുറിച്ചു. 96-ാം വയസ്സിലാണ് അദ്വാനിയെ തേടി ഈ അംഗീകാരം എത്തുന്നത്. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് രഥയാത്ര നടത്തുകയും 96-ലടക്കം ബി.ജെ.പിയെ അധികാരത്തിലെത്തിക്കാനും പ്രധാന പങ്കുവഹിച്ചത് എൽ.കെ. അദ്വാനിയാണ്. അയോധ്യ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ അദ്വാനി പങ്കെടുത്തിരുന്നില്ല. അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഉപപ്രധാനമന്ത്രിയായും കേന്ദ്രമന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 9 വർഷം ലോക്സഭയിലും 80-ൽ രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായി മികവ് തെളിയിച്ചിട്ടുമുണ്ട്. മാനന്തവാടിയിൽ നിന്ന് പിടികൂടി ബന്ദിപ്പൂരിലെത്തിച്ച ശേഷം ചരിഞ്ഞ കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുന്നു. ബന്ദിപ്പൂർ രാമപുര ആന ക്യാമ്പിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. കേന്ദ്ര വനമുദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം. ആനയെ കർണാടക വനംവകുപ്പിന് കൈമാറുന്നതിന് മുൻപായിരുന്നു ചരിഞ്ഞത്. ഇതിനെ തുടർന്നാണ് കേരളത്തിലെയും കർണാടകത്തിലെയും കേന്ദ്രത്തിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. ഇതിനായി വയനാട് DFO ഷജ്ന ബന്ദിപ്പൂരിലെ എലഫന്റ് റെസ്ക്യൂ സെന്ററിലെത്തി. മരണകാരണം പരിശോധിക്കുന്നതിനായി കേരളം 5-അംഗ വിദഗ്ധ സമിതി രൂപീകരിക്കും. തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കേരള വനംവകുപ്പിന്റെ പ്രതിനിധികളായി 2 DFOമാർ, ഒരു കൺസർവേഷൻ ബയോളജിസ്റ്റ്, 2 റേഞ്ച് ഓഫീസർ, ഒരു വെറ്റിനറി സർജൻ, ഇത്രയും ആളുകൾ അവരുമായി സഹകരിക്കാൻ, പരസ്പര ധാരണയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെയും കൂടി കർണാടകയും കൂടി ഇവരും കൂടി കൺസൾട്ട് ചെയ്തിട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാം കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള നടപടിക്രമങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അത്തരം സംശയങ്ങൾ മനഃപൂർവ്വമാണെങ്കിൽ നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ ഭാവിയിലെ പ്രവർത്തനത്തിന് മാർഗദർശനം നൽകാനുള്ള സഹായമായ വിധത്തിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. ആനകളെ പിടികൂടുന്നതിന് മുൻപ് അതിനാവശ്യമായ സാങ്കേതിക സഹായം ഉറപ്പുവരുത്തണമെന്ന് കർണാടകയിലെ വന്യജീവി സംരക്ഷണ പ്രവർത്തകനായ ജോസഫ് ഹൂവാർ. പിടികൂടാനുള്ള ദൌത്യത്തിനിടെ നിരവധി ആനകളാണ് ചരിഞ്ഞതെന്നും കണക്കുകൾ നിരത്തി ജോസഫ് ഹൂവാർ ചൂണ്ടിക്കാട്ടി. It is very, very, very disappointing that an elephant which was captured in Belur, Hassan recently
and radio collared and translocated to Mulehole range in Bandipur has died in captivity. This elephant was released in Bandipur a fortnight ago. Yesterday it was found to be trotting along in Manantwadi in Kerala. There was an uproar there, people were upset, and then the chief wildlife warden from Kerala had ordered it to be captured and taken back to Karnataka. There was also discussions about saying this is Karnataka elephant, so let it go back to Karnataka. We need to tell that chief wildlife warden, whoever he is, that elephants do not have boundaries, they do not have language, they do not have political parties. Because of your pressure, this animal was captured late in the night and translocated to a elephant camp in Bandipur. That elephant died last night in the capture operations, capture and release operations. It's very sad that we are losing elephants rapidly in Karnataka. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാന ചരിഞ്ഞു. വെറ്റിലപ്പാറ 10-ാം ബ്ലോക്കിലാണ് 2 ദിവസം പഴക്കമുള്ള പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. അതേസമയം ആനശല്യം രൂക്ഷമായ പാലപ്പള്ളി മേഖലയിൽ ഇന്നും ടാപ്പിംഗ് തൊഴിലാളിക്ക് നേരെ ആക്രമണമുണ്ടായി. ഇന്ന് രാവിലെ അതിരപ്പള്ളി വെറ്റിലപ്പാറ പ്ലാന്റേഷൻ മേഖലയിൽ 10-ാം ബ്ലോക്കിലാണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. തൊഴിലാളികളാണ് വിവരം വനംവകുപ്പിനെ അറിയിച്ചത്. ജഡത്തിന് 2 ദിവസം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഏകദേശം 45 വയസ്സുള്ള പിടിയാനയുടേതാണ് ജഡം. ആന ചരിയാനിടയാക്കിയ സാഹചര്യം എന്താണെന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കാട്ടാന ശല്യം രൂക്ഷമായ പാലപ്പള്ളി മേഖലയിൽ ഇന്നും ടാപ്പിംഗ് തൊഴിലാളിക്ക് നേരെ ആക്രമണമുണ്ടായി. രാവിലെ 7 മണിയോടെ തോട്ടത്തിൽ ജോലിക്കിറങ്ങിയ കുണ്ടായി സ്വദേശി ഭാസ്കറിനാണ് പരിക്കേറ്റത്. ആന വരുന്നത് കണ്ടില്ല, പുഴയെന്ന് കയറിയില്ല. ആന കയറി വല്ല ഓടിച്ചാണ്ട് തട്ടി വീണു, തുമ്പിക്കൈക്ക് പുറത്തടിച്ചു. അപ്പോൾ വീണു, ഒരു മരം വീണിരുന്നു. അതിൻ്റെ അടുത്ത് വീണ് അതുകൊണ്ട് അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങി നീങ്ങി. ആന ചവിട്ടുന്ന കുട്ടി നോക്കിയുണ്ട്. ആനരെ കൊണ്ടുപോകുന്നത് എന്ത് മരക്കന്മാരായിട്ടുണ്ട്. അത് കാരണം കൊണ്ട് എത്തിക്ക് രക്ഷപ്പെട്ടു. ആനയുടെ സാന്നിധ്യം മനസ്സിലാക്കാതെ ജോലി തുടരുകയായിരുന്ന ഭാസ്കരനെ തുമ്പിക്കൈ കൊണ്ട് ആന അടിച്ചു വീഴ്ത്തി. കുത്താൻ ശ്രമിച്ചെങ്കിലും ഭാസ്കരൻ ഒഴിഞ്ഞുമാറി. ഈ സമയം അവിടെ ടാപ്പിങ്ങിനുണ്ടായിരുന്ന മറ്റു തൊഴിലാളികളാണ് ആനയെ വിരട്ടി ഓടിച്ചത്. കൈക്കും കാലിനും പരിക്കേറ്റ ഭാസ്കരനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. ന്യൂസ് 18 തൃശൂർ. ബിജെപി ആവശ്യപ്പെട്ടാൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പി.സി. ജോർജ് ന്യൂസ് 18നോട്. പത്തനംതിട്ടയുടെ MP-ആയി കേന്ദ്രത്തോട് 1000 കോടി രൂപ ആവശ്യപ്പെട്ടാൽ അവർ അനുവദിക്കും. പിൽഗ്രിം ടൂറിസത്തിന് പത്തനംതിട്ടയിൽ വലിയ സാധ്യതയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികളുടെ പിന്തുണ ബിജെപിക്ക് ഉണ്ടായിരുന്നില്ല എന്നും പി.സി. ജോർജ് ചൂണ്ടിക്കാട്ടി. ആ ശബരിമല ഉൾപ്പെട്ട പത്തനംതിട്ട പാർലമെന്റ് നിയോജകമണ്ഡലം സ്വാഭാവികമായി ആ ശബരിമലയെ സംബന്ധിച്ച് പാർലമെന്റ് ശക്തമായിട്ട് വാദിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ MP-ക്കില്ലേ? അത് മാത്രമാണോ? പത്തനംതിട്ട മാത്രമല്ലെന്ന്, പത്തനംതിട്ട എന്ന് അവിടുന്ന് ഒരു പിൽഗ്രിം ടൂറിസത്തിൻ്റെ പ്രാധാന്യം വലിയ രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ് വളരെ സപ്പോർട്ട് ചെയ്യുന്നത്. ചെയ്യാവുന്നൊരു കാര്യം എന്താ? ശബരിമല അവിടെ നിന്ന് ഇറങ്ങി ബാബരു പള്ളിയുണ്ട് എരുമേലി, അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അവിടുന്ന് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളിയുണ്ട്, പിന്നെ ഹൈന്ദവ പ്രമുഖ ക്ഷേത്രങ്ങളുണ്ട്, പിന്നെ വാഗമണ്ണിൽ വരുമ്പോൾ നമ്മുടെ മുരുകമ്മലയുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ പറഞ്ഞാൽ ജയിക്കാൻ കഴിയുമോ? അല്ല, അത് പറഞ്ഞ് ജയിക്കാനല്ല, എനിക്ക് അങ്ങനെ ജയിക്കാൻ വേണ്ടി മറ്റേ വർത്താനം പറഞ്ഞ ഇടപാട് എനിക്കില്ല. അതുപോലെ തന്നെ വാഗമൺ കുരിശുമലയുണ്ട്, അതിനടുത്ത് അള്ളാപ്പാറയുണ്ട്. ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പിൽഗ്രിം ടൂറിസത്തിന് വേണ്ടി ഒരു 1000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കണമെന്ന് ഞാൻ നിമിഷം അവർ അനുവദിക്കും. അതിന് പറയാൻ ആൾ വേണ്ടേ? മനസ്സിലായോ? PC പറഞ്ഞാൽ അനുവദിക്കും. ഞാൻ പറഞ്ഞ അനുവദിക്കുന്നല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ MP-ക്ക് ഞാൻ പറഞ്ഞാൽ അനുവദിക്കും, ഒരു സംശയം വേണ്ട. പത്തനംതിട്ടയിൽ അങ്ങനെ ഒരു MP ആക്കണം എന്നുള്ള ആഗ്രഹം താങ്കളെ സംബന്ധിച്ചുണ്ട്? പ്രത്യേകിച്ച് ശബരിമല പോരാട്ടത്തിലൊക്കെ മുന്നിൽ നിന്ന ആളാണ് താങ്കൾ. ഈ പറയുന്ന ക്രൈറ്റീരിയ പ്രകാരം അതിൽ വെക്കാവുന്ന ഒരാളാണ് താങ്കൾ. അത് നിങ്ങൾ ഇഷ്ടം പോലെ നോക്കിയൊന്നും അത് ജനം തീരുമാനിക്കണം. ഞാനിപ്പം നിൽക്കും തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇപ്പം BJP-യിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. BJP-ന്ന് നേതാവ് പറയുന്നത് PC പറയും പത്തനംതിട്ട നിൽക്കാൻ പറയും, പോയി നിൽക്കും. നിൽക്കേണ്ട, കോട്ടയത്ത് പോകുമ്പോൾ കോട്ടയത്ത് പോകും. തന്റെ ബിജെപി പ്രവേശനത്തിൽ കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചെന്ന് പി.സി. ജോർജ്. 2 കൊല്ലം മുൻപെങ്കിലും ബിജെപിയിൽ ചേരേണ്ടതായിരുന്നു. റബ്ബർ വില വർധനവിൽ അടക്കം ഇടപെടലുണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചെന്നും പി.സി. ജോർജ് ന്യൂസ് 18നോട്. ഞാൻ പറഞ്ഞു വളരെ അടുപ്പോൾ എന്തിന് ഈ നിയോജകം പൂഞ്ഞാർ ഇപ്പം എൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കാണാം പലരുടെയും പേര് അതിനകത്ത്. കോൺഗ്രസ് വലിയ നേതാക്കന്മാരെ വിളിച്ചത്. എനിക്കൊരു മടിയില്ല. അവർ പേര് പറയുന്ന മര്യാദയല്ല. അത്
മേല് ഒരാൾക്ക് എന്നെ വിളിക്കാൻ പറ്റും, രഹസ്യം പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയാം. ഈ പി.സി. ജോർജ് മുന്നണിയിൽ എത്തിയാൽ ബി.ജെ.പി ലക്ഷ്യമിടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറേ കാലമായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ വോട്ടുകൾ കൂടി ബി.ജെ.പിയിലേക്ക് എത്തിയാൽ ബി.ജെ.പിക്ക് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന്. ഇപ്പോൾ പി.സി. തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പല സഭാ ബിഷപ്പുമാരുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഈ തീരുമാനം. സ്വാഭാവികമായും നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളതിനപ്പുറത്തേക്ക് വോട്ടിൽ അതെങ്ങനെ പ്രതിഫലിക്കും? ക്രിസ്ത്യാനി എന്ന് പറയുന്നത് മുഴുവൻ മഠയന്മാരാണെന്ന് ആരും കരുതണ്ട. ആ പാവങ്ങളെ കുറേ ആളുകളായി LDF UDF കൂടെ വഞ്ചിച്ച് ഇട്ടിരിക്കുക. അവർ മനസ്സിലാക്കിയിട്ടുണ്ടല്ല. ഞാൻ നമ്മുടെ ബിഷപ്പുമാരെയും ഇനി പ്രത്യേകിച്ച് പറയില്ല, എല്ലാവരെയും അല്ലെങ്കിലും വളരെ പ്രമുഖരായ പിതാക്കന്മാരെ കണ്ട് മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ആ മനസ്സിലാക്കി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെയും കൂടെ അനുവാദം വിജയിപ്പിച്ചാലല്ല, ഞാൻ ഇങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടു. ഏറ്റവും സഭയുടെ വലിയ ആള് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു. അദ്ദേഹം എൻ്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചു. വേഗം ചേരി ജോർജെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് പി.സി. ജോർജ്. ചില കള്ളന്മാരെ പറ്റി പറയുന്നത് മുസ്ലിം വിരോധമല്ല. ഈരാറ്റുപേട്ടയുടെ പിന്തുണ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. SDP വോട്ടുകൾ ഒരാൾക്ക് മാത്രമായി ചെയ്തതാണ് കഴിഞ്ഞ തവണത്തെ തോൽവിക്ക് കാരണമെന്നും പി.സി. ജോർജ്. ഞാൻ ഒരിടത്തും പറയില്ല വോട്ട് വേണ്ടെന്ന്. എന്നെ തെറി പറഞ്ഞവന്മാർ നിന്റെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. അത് ശരിയാ. അപ്പം നിങ്ങളെല്ലാം കൂടെ PC വെട്ടലെ മുസ്ലിം വോട്ട് വേണ്ടെന്ന് പറഞ്ഞാക്കി. അവന്മാർ കുറെ വൃത്തികെട്ടന്മാർ അത് തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു നിലപാടില്ല. മുസ്ലിം അങ്ങനെ വോട്ട് വേണമെന്ന് പറയുമ്പോൾ ലോകത്ത് ഏതെങ്കിലും പൊട്ടം പറയുമോ? മുതുപൊട്ടൻ ഒരു വിവരമില്ലാത്ത പോലും പറയും വോട്ട് വേണ്ടെന്ന് ഒരു സ്ഥാനാർത്ഥിയാന്ന്. അതൊക്കെ കളിയുടെ ഭാഗമാണ്. പറയാം. ആ കളിച്ചവരൊക്കെ എന്ത് ചെയ്യും? ഒരുത്തൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ആശുപത്രിയിലായി. ആ കളി കളത്തിയെ വേറൊരുത്തൻ വലിയ ഇമാമായിരുന്നു. ഇപ്പം അവന് കാക്കായി മാറി. എന്നാന്നറിയോ? പള്ളിയിൽ നിന്ന് ചാടിച്ചു വിട്ടു. അറിഞ്ഞോ? ഒക്കെ ഞാൻ പേരിച്ചു പറയാൻ 2 മാന്യന്മാരായി ഈരാറ്റുപേട്ട ജനങ്ങളെ കളിപ്പിച്ച് വഞ്ചിച്ചത്. ആ 2 അവന്മാരിൽ ഒരുത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ മര്യാദയായിട്ട് മിണ്ടായിരിക്കാൻ വരായി. ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്നത് നല്ലതെന്നല്ല കേട്ടോ, ഞാൻ ദുഃഖിതനാണ്. ഒരുത്തിന് അസുഖം വരാൻ പാടില്ല. പക്ഷേ ദൈവനിശ്ചയം. മറ്റവൻ എന്ത് ചെയ്യും? വലിയ ഉസ്താദായിട്ട് കിടന്ന് പള്ളിയിൽ ചാടിച്ചു വിട്ടു. ഇപ്പോൾ കാക്കായാവും. പക്ഷേ ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മുസ്ലിം വിരോധം അതിനെ മുസ്ലിം വിരോധമുണ്ട്. 2 കള്ളന്മാരെ പറ്റി കാര്യം പറയുന്നതിന് അതിനകത്ത് മുസ്ലിം വിരോധമാണ്. ഇവിടെ എത്രയോ മുസ്ലിങ്ങൾ എൻ്റെ ഇവിടെ ഇരിക്കുന്നു. പക്ഷെ ആ ഒരു വലിയ തെറ്റിദ്ധാരണ അവരൊരു വോട്ട് ബാങ്കായി മാറുകയും ആദ്യം ഞാൻ മാറ്റിക്കോളാം. ധൈര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയും മാറ്റിക്കോളാം. ഈരാറ്റുപേട്ട പിന്തുണ എന്നാ എനിക്കുണ്ടായിരുന്നു? 80 വന്ന് നിൽക്കുക ഞാൻ. 7 ലക്ഷം നിന്നില്ലേ? എപ്പോഴാണ് കിട്ടിയത്? എനിക്ക് ഈരാറ്റുപേട്ട കിട്ടാവുന്ന 1710 വോട്ടാ കിട്ടിയത്. മാസപ്പടി വിവാദത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം പിണറായിക്കും കുടുംബത്തിനും ഉറക്കം നഷ്ടപ്പെട്ടത് പി.സി. ജോർജ്. പിണറായിയും കുടുംബവും നടത്തുന്ന കൊള്ള ജനങ്ങൾക്ക് മനസ്സിലായെന്നും പി.സി. ജോർജ് ന്യൂസ് 18നോട്. SFI തന്നെ അന്വേഷിക്കണം. ഇല്ല ഇത് തെളിയല. അത് കോടതി നിരീക്ഷണം വന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞ് ഹൈക്കോടതി ചോദിച്ചു. 12-ാം തീയതിക്ക് ഞാൻ തീരുമാനം എടുത്തോളാൻ പറഞ്ഞു. മനസ്സിലായി? 12-ാം തീയതിക്ക് ഞാൻ തീരുമാനം എടുത്തില്ലെങ്കിൽ കോടതി വാതോർന്ന് വർത്താനം പറയുന്നത് ജഡ്ജി പറഞ്ഞിരിക്കുക. അത് പലപ്പോഴും ഞാൻ ജഡ്ജിയില്ല കയറി. അപ്പോൾ 12-ാം തീയതി കൊടുക്കാൻ വേണ്ടി ഓർഡർ ഇട്ടു. മുഖ്യമന്ത്രി വീണ്ടും ഇന്നലെയും സഭയിൽ പറയുന്നുണ്ട് കൈകൾ ശുദ്ധമാണ്, ഒന്നും സംഭവിക്കില്ല. പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ എങ്ങനെ അറിഞ്ഞെന്ന് എന്നോട് ചോദിക്കുക. മുഖ്യമന്ത്രി ഓഫീസിലും എൻ്റെ ആളുണ്ടെന്നുള്ള പ്രചരണം, വീട്ടിലും എൻ്റെ ആളുണ്ടെന്ന് പ്രചരണമൊന്നും പറഞ്ഞില്ല. ഇന്നലെ മിനിങ്ങാന്നും പുള്ളിയും വീട്ടുകാരും ഉറങ്ങിയിട്ടില്ല. പുള്ളി ആശുപത്രിയിലാക്കേണ്ടി വരുമെന്ന് എനിക്ക് സംശയമുണ്ട്. അത് ആധികാരികമായിട്ടാണ് പറഞ്ഞു. ഇന്നലെ ഈ കഴിഞ്ഞ രാത്രിയിൽ അതിന് മുമ്പത്തെ രാത്രിയിലും പിണറായി വിജയനും വീട്ടിൽ ഉറക്കം നടന്നിട്ടില്ല. എല്ലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞോട്ടിപ്പാ. പി.സി. ജോർജുമായി ജി സൈജിത്ത് നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണവും വൈകിട്ട് 5:30 കാണാം. പാലാ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി ഷാജു വി തുരുത്തൻ ജയിച്ചു. 26-അംഗ നഗരസഭയിൽ 17 വോട്ടുകൾ നേടിയാണ് നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള വിജയം. 16 വോട്ടുണ്ടായിരുന്ന LDF-ന് UDF-ൽ ഒപ്പമുണ്ടായിരുന്ന സ്വതന്ത്ര അംഗത്തിന്റെ വോട്ടും ലഭിച്ചു. 10 വോട്ട് പ്രതീക്ഷിച്ച UDF സ്ഥാനാർത്ഥി പ്രിൻസി VC തയ്യലിന് 9 വോട്ടാണ് ലഭിച്ചത്. ഇടതുമുന്നണി ധാരണ പ്രകാരം CPM പ്രതിനിധി രാജിവെച്ചതിനെ തുടർന്നാണ് നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത്. എയർപോർട്ട് വിവാദം തുടരുന്ന കാഴ്ചയാണ് ഇന്നും കണ്ടത്. എയർപോർട്ട് നഷ്ടപ്പെട്ട നഗരസഭ അംഗമായിട്ടുള്ള ജോസ് ഇന്ന് വീണ്ടും ബിനു പുളിക്കേണ്ടത് CPM അംഗമായ ബിനു പുളിക്കേണ്ടതിനെതിരെ രംഗത്ത് വന്നു. ബിനു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഈ പണക്കാരായ എനിക്ക് ഇതിൽ എത്ര എയർപോർട്ട് വേണമെങ്കിലും വാങ്ങാനുള്ള കാശുണ്ട് എന്ന ഇതായിരുന്നു. മാത്രമല്ല താനല്ല ഇത് എടുത്തതെന്ന് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ശാസ്ത്രീയമായ പരിശോധന നടത്തൂ എന്നതടക്കം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിനെല്ലാം മറുപടിയായാണ് ജോസ് ചൂരാങ്കുഴി ഇന്ന് രംഗത്ത് വന്നത്. അദ്ദേഹം പറയുന്നത് ചില പണക്കാർക്ക് അവർക്ക് ചില മോഷണ സ്വഭാവങ്ങൾ പലപ്പോഴും കാണിക്കാറുണ്ട്, ഇത് അതിന്റെ ഭാഗമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ ആരോപണം.
പുള്ളിക്ക് ഒന്നെങ്കിൽ അതൊരു മാനസിക വൈകല്യമായിരിക്കും. കാരണം ഇങ്ങനെ ചിലർക്ക് മോഷ്ടിക്കുക എന്നുള്ള ഇഷ്ടം പോലെ ആൾക്കാർ വലിയ പൈസ ഉള്ളവർ ചില ഹോട്ടലുകളിൽ റൂം എടുത്താൽ സ്പൂൺ എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയുള്ള ചില്ലറ മോഷണം അത് അവരൊരു കലയായിട്ട് എടുത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഈ പുള്ളി ആ കൂട്ടത്തിൽപ്പെട്ടതായിരിക്കും. അല്ലാതെ പിന്നെ ഈ സാധനം എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ലെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. ഇഷ്ടംപോലെ പൈസയും ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ പുള്ളി അത് എടുത്തുകൊണ്ട് പോകേണ്ട കാര്യം ഇതല്ല, വേറെ എന്താണ് കാര്യം? അല്ലെ എന്നോടുള്ള വൈരാഗ്യം കൊണ്ടായിരിക്കണം, അല്ലെ വാശിയും കൊണ്ടായിരിക്കും. എന്തായാലും പോലീസ് അന്വേഷിക്കൂ എന്ന് ആദ്യം ആവശ്യപ്പെട്ട ആളാണ് താനെന്ന് ബിനു പുളിക്കകണ്ടം ചൂണ്ടിക്കാട്ടുകയാണ്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് പിന്നിൽ ജോസ് അല്ല ഉള്ളത്, അതിൻ്റെ മുകളിലുള്ള നേതൃത്വങ്ങൾ ഉണ്ട്. ഒരു ശിഖണ്ഡി എന്ന നിലയിൽ ജോസിനെ മുന്നിൽ നിർത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ബിനു പുളിക്കകണ്ടത്തിൻ്റെ മറുപടി. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി പണ്ട് യുദ്ധം ചെയ്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ് ഇതിൽ നടക്കുന്നത്. അത് വോട്ടിങ്ങിനെ ബാധിക്കത്തില്ല. എന്ന് വെച്ചാൽ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വോട്ടിങ്ങിനെ ബാധിക്കുമായിരിക്കും. ഞാൻ ചെയ്യുന്ന വോട്ടിനെ അല്ല, വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലെ ചിലരൊക്കെ മത്സരിക്കുമ്പോൾ വോട്ടിങ്ങിനെയൊക്കെ ഇത് ബാധിക്കുമായിരിക്കും. അത് എൻ്റെ ഒരു വോട്ടല്ലായിരിക്കാം. അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഉറക്കമാണല്ലോ. അതാണല്ലോ ഇതിൻ്റെ ആത്യന്തികമായി ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. എന്തായാലും ഇന്ന് സമാധാനപരമായി പാലാ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. പക്ഷേ ഭാവിയിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ സംഭവങ്ങൾ വോട്ടായി മാറുമെന്ന മുന്നറിയിപ്പാണ് ബിനു പുളിക്കകണ്ടം നൽകുന്നത്. എന്തായാലും ഈ വിവാദം അവസാനിക്കുന്നില്ല. ജോസ് പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും പിന്നീട് തിരക്ക് കാരണം മൊഴി രേഖപ്പെടുത്താൻ പോയില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും പോലീസ് FIR ഇട്ട് കേസ് അന്വേഷിക്കണമെന്നാണ് ബിനു പുളിക്കകണ്ടത്തിന്റെ ആവശ്യം. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 പാല. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പൊൻകതിർ പുട്ടുസോ കൊണ്ടുപോകുന്ന വഴി ഒരു പക്ഷേ തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ കേരള സാഹിത്യ അക്കാദമിക്കെതിരെ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാഹിത്യ അക്കാദമി തന്നെ അപമാനിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. സാഹിത്യ അക്കാദമി തൃശൂരിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ നൽകിയ പ്രതിഫല തുകയാണ് വിമർശനത്തിന് വഴിവെച്ചത്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സുഹൃത്ത് CICC ജയചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. പ്രശ്നം പരിഹരിക്കാൻ അക്കാദമി ഇടപെടണമെന്ന് ജയചന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രസംഗങ്ങളിലൊന്നായിരുന്നു നളിനിയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം. അവിടെ കേട്ടിരിക്കുന്നവരും സാമൂഹ്യ മാധ്യമങ്ങളിലുമെല്ലാം ആ കാര്യം വിശാലമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ ഇന്ന് 3-ാം തീയതി രാവിലെ 8:34 എനിക്ക് വാട്സാപ്പിൽ ഈ പോസ്റ്റ് ഇടുന്നത് വരെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഇത് മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, 67 വയസ്സുള്ള ബാലചന്ദ്രൻ ചുള്ളിക്കാട് ബസ്സിൽ കയറി അല്ലെങ്കിൽ തീവണ്ടിയിൽ പോയി ആശാൻ്റെ നളിനിയെക്കുറിച്ച് പ്രസംഗിക്കണം എന്ന് പറയുന്നതിന് സാഹിത്യ അക്കാദമിക്കല്ല ആർക്കും സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് കൊടുത്ത പ്രതിഫലത്തേക്കാൾ കൂടുതൽ അദ്ദേഹം ടാക്സി കാശിന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ പണ്ട് ബാലൻ സീരിയലിൽ അഭിനയിക്കുന്നത് ഒരു മഹാപാതകമാണ് എന്ന് വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു. കവിത എഴുതിയാൽ പോരെ, എന്തിനാ സീരിയലിൽ അഭിനയിക്കണമെന്നുള്ള അതിൻ്റെ മറുപടി എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്, ഈ 1100 രൂപ ഞാൻ ടാക്സി കാശ് കൊടുത്തത് ഞാൻ സീരിയലിൽ അഭിനയിച്ചുണ്ടാക്കിയ കാശിൽ നിന്നാണ്. എനിക്കിതിൽ പറയാനുള്ളത്, ഒരു പരിപാടി നടത്തുമ്പോൾ പ്രത്യേകിച്ച് ആശാൻ്റെ 100ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ആശാൻ്റെ കവിതകളെക്കുറിച്ചൊരു പഠനം നടത്തുമ്പോൾ, അതിനൊരു പ്രസംഗം നടത്തുമ്പോൾ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗമാണ്. ആ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗം തയ്യാറാക്കണമെങ്കിൽ അതിനൊരു വലിയ ഹോംവർക്ക് വേണം, വലിയ റെഫറൻസ് വേണം. ഏതാണ്ട് ഒരാഴ്ചയെങ്കിലും സമയമെടുത്താലാണ് അങ്ങനെ ഒരു പ്രസംഗം കൊണ്ടുവരാൻ സാധിക്കുകയും അത് പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ളൊരു മാനസികമായ വലിയ സ്ട്രെയിൻ ഉണ്ട്. ആ സ്ട്രെയിനിന് നമുക്കൊരിക്കലും വിലയിടാൻ പറ്റില്ല. അതിപ്പോൾ 25,000 രൂപ കൊടുത്താൽ പോലും നമുക്കതിന് വിലയിടാൻ പറ്റില്ല. കുറഞ്ഞ പ്രതിഫലം നൽകി അപമാനിച്ചെന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആക്ഷേപത്തിൽ ഇടപെട്ട് കേരള സാഹിത്യ അക്കാദമി. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അക്കാദമി അധ്യക്ഷൻ K. സച്ചിദാനന്ദൻ പറഞ്ഞു. ചുരുങ്ങിയ ഫണ്ട് കൊണ്ടാണ് സാഹിത്യോത്സവം നടക്കുന്നത്. ബാലചന്ദ്രനുണ്ടായ പ്രശ്നത്തിൽ തങ്ങൾക്ക് സങ്കടമുണ്ട്. ചുള്ളിക്കാട് ഉന്നയിച്ചത് പൊതുവായ പ്രശ്നമാണ്, ഇതിനെ ഒരു വ്യക്തിപരമായ പ്രശ്നമായി കാണുന്നില്ല എന്നും സച്ചിദാനന്ദൻ പ്രതികരിച്ചു. അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു പ്രശ്നമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഈ വളരെ ലിമിറ്റഡ് പണം കൊണ്ട് നടത്തുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും സാധാരണ എല്ലാ എഴുത്തുകാർക്കും കൊടുക്കുന്ന 1000 രൂപയാണ്. പിന്നെ ഇവിടെ കിലോമീറ്റർ കണക്കാക്കിയിട്ടുള്ള ഒരു രീതിയാണ് പണ്ട് തൊട്ടേ അവലംബിച്ചു പോയത്.
അപ്പോൾ അത് യാന്ത്രികമായിട്ട് ഫോളോ ചെയ്യുകയാണ് ഓഫീസ് ചെയ്തത്. ബാലൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ കൂടുതൽ സംസാരിച്ചു, വളരെ കൂടുതൽ അതിനുവേണ്ടി എഫർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രത്യേക പരിഗണന എന്നുള്ളത് നിൽക്കണം. അല്ലെങ്കിൽ ആ നിയമപ്രകാരം ഈ ചെയ്തതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് ബാലേന്ദ്രന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതിഫലം നൽകാനുള്ള തീരുമാനമുണ്ടായി. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് അർഹമായ വെള്ളം നൽകാതെ തമിഴ്നാട്. വെള്ളം ലഭിക്കാതെ വന്നതോടെ ചിറ്റൂർ മേഖലയിൽ 5 പഞ്ചായത്തുകളിൽ നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങുന്നു. വെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ സമരം തുടരുമ്പോഴും സർക്കാർ കേന്ദ്രങ്ങൾ ആലസ്യത്തിലാണ്. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം മണക്കടവ് വിയറിൽ നിന്ന് 7.25 TMC വെള്ളം തമിഴ്നാട് കേരളത്തിന് നൽകണം. കരാർ വ്യവസ്ഥ അനുസരിച്ച് അപ്പർ നീരാർ വിയറിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും കേരളത്തിന് അവകാശപ്പെട്ടതുമാണ്. ജനുവരി 29 വരെ കേരളത്തിന് ആകെ ലഭ്യമാക്കിയത് 3.57 TMC വെള്ളം മാത്രം. വെള്ളം ലഭിക്കാതെ വന്നതോടെ ചിറ്റൂർ മേഖലയിൽ നെൽകൃഷി പാടെ കരിഞ്ഞുണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൊൽപ്പുള്ളി, പട്ടഞ്ചേരി, പല്ലശന, കൊഴിഞ്ഞാമ്പാറ, പെരുവെമ്പ് പഞ്ചായത്തുകളിലെ കൃഷിയിടങ്ങളാണ് വരണ്ടുണങ്ങി ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുന്നത്. എല്ലാ കൃഷിയും നശിച്ചു പോകുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത്. കന്നിന് പോലും അറിയാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ കന്നുകാലികൾക്ക് പോലും അരിഞ്ഞെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി കൃഷിക്കാരൻ്റെ കയ്യിലില്ല. ഇപ്പോൾ ഒരു ഏകദേശം നമ്മളൊരു 30,000-35,000 രൂപയോളം ചിലവഴിച്ചു കഴിഞ്ഞു. ഇനി കൃഷിക്ക് പറഞ്ഞാൽ വലിയ ചിലവാക്കേണ്ട, ഈ വെള്ളം കിട്ടുക എന്നുള്ള ഒരൊറ്റ അതേ ഉള്ളൂ ഞങ്ങൾക്ക് ഇത് കിട്ടാൻ. അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കരമായ അവസ്ഥയിലാണ്. മൊത്തം കൃഷിക്കാരുടെ അവസ്ഥ ഇതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് നെല്ല് പൈസ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാടുണ്ട്. ഇതാണ് സ്ഥിതി. ഇതിപ്പോൾ എല്ലാം ഈ 3 വളപ്രയോഗം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഈ പതിരായി പോയി കഴിഞ്ഞു. ഇനി രക്ഷയില്ല. അപ്പൊ ഇനി കുറച്ച് കർഷകരെങ്കിലും രക്ഷപ്പെടേണ്ട ഒരു അവസരമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാഷ്ട്രീയം നോക്കാതെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് കർഷകർ ഞങ്ങൾ ഒന്നാണ്. പല രാഷ്ട്രീയക്കാരും ഉണ്ടായില്ല. വെള്ളം ലഭ്യമാക്കുന്ന കാര്യത്തിൽ സർക്കാർ തുടരുന്ന അലംഭാവത്തിനെതിരെ ചിറ്റൂരിൽ കർഷകർ തുടരുന്ന സമരം ഇന്ന് 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട്. സമ്മർദ്ദം ചെലുത്താതെ തമിഴ്നാട് വെള്ളത്തിന്റെ കാര്യത്തിൽ തമിഴ്നാട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്തു. കുടിവെള്ളം ആരെയും മുടക്കണമെന്ന അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കുമില്ല. പക്ഷെ ഇവിടുത്തെ കർഷകർ ഇവിടെ ചോര നീരാക്കി ഇവിടെ വിളവിറക്കി അത് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അത് മുഴുവൻ നശിച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ അതിനെ രക്ഷപ്പെടുത്താൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഇവിടുത്തെ ഒരുപാട് കർഷകർ ആത്മഹത്യയുടെ. കേരളത്തിന് അർഹതപ്പെട്ട വെള്ളം ലഭ്യമാക്കാൻ തമിഴ്നാടുമായി സർക്കാർ ചർച്ച നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. എത്രയും പെട്ടെന്ന് വെള്ളം എത്തിച്ചില്ലെങ്കിൽ അവശേഷിക്കുന്ന ഈ പച്ചപ്പ് കൂടി ഇല്ലാതാവും. പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ നിന്ന് ജലമെത്തിക്കുന്നതിന് ശക്തമായൊരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. ക്യാമറാമാൻ പ്രജിത്ത് കൊങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം ജലം വിട്ടു നൽകാത്തതിൽ തമിഴ്നാടിനെ വിമർശിക്കാതെയും കർഷകരുടെ ആരോപണങ്ങൾ തള്ളിയും മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ചിറ്റൂരിൽ വെള്ളം കിട്ടാത്ത പ്രശ്നമില്ല, കൃഷിരീതിയിൽ മാറ്റം വരുത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. മഴ കുറഞ്ഞതാണ് പ്രശ്നമായത്. അണക്കെട്ടുകളിൽ മതിയായ വെള്ളമില്ലെന്നും കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. കഴിഞ്ഞ കൊല്ലത്തിൽ വെച്ച് 40% സ്റ്റോറേജ് കമ്മിയാണ് പറമ്പിക്കുളം. മഴക്കുറവ് വളരെ അധികം ബാധിച്ചു. കഴിഞ്ഞ വർഷത്തിൽ 13,299 MCFT ഉണ്ടായിരുന്നു. ഇപ്പോൾ 5,170. അതിൻ്റെ കൂടെയാണ് ഒരു ഷട്ടർ കേട് വന്നിട്ട് പറമ്പിക്കുളത്തിലെ ഷട്ടർ വന്നിട്ട് 5 TMC വെള്ളം കേരളത്തിലേക്ക് തന്നെ ഒഴുകി. പിന്നീടാണ് അത് നേരെ. അങ്ങനെ ഒരു ക്രൈസിസ് അവിടെ യഥാർത്ഥത്തിൽ നിലവിലുണ്ട്. പറമ്പിക്കുളത്തിലെ ഷട്ടർ തകർന്നിട്ട് മാത്രം 6 TMC വെള്ളം നഷ്ടപ്പെട്ടു. നമുക്ക് 7.2 TMC ആണ് നമുക്ക് കിട്ടേണ്ടത്. അതിൽ 6 TMC വെള്ളം പറമ്പിക്കുളത്ത് നിന്ന് തന്നെ നഷ്ടപ്പെട്ടു, ഷട്ടർ തകർന്നിട്ട്. ഇതാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ വെറുതെ കരാർ പ്രകാരം കിട്ടിയില്ല എന്നുള്ളതല്ല, നമ്മൾ അതിനു വേണ്ടി വളരെ ശക്തമായി വാദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കമ്മിറ്റി കൂടി ഞങ്ങൾ ചിലത് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നടപടിയെടുത്തിട്ടുണ്ട്. പത്തനംതിട്ട റാന്നിയിൽ ചികിത്സയിലിരുന്ന കുട്ടി മരിച്ചതിൽ ആശുപത്രിക്ക് നേരെ പ്രതിഷേധം. ചികിത്സാ പിഴവ് ആരോപിച്ച് റാന്നി മാർത്തോമ ആശുപത്രിയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും.
മധ്യവയസ്കനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോന്നി വെള്ളപ്പാറ സ്വദേശി ജയപ്രസാദാണ് മരിച്ചത്. മൃതദേഹത്തിന് 1 മാസത്തോളം പഴക്കമുണ്ട്. കുറെ നാളായി കുടുംബവുമായി അകന്ന് കഴിയുകയായിരുന്നു. ഇയാളെ കാണാനില്ലെന്ന ഭാര്യയുടെ പരാതിയിൽ കഴിഞ്ഞ മാസം കോന്നി പോലീസ് കേസെടുത്തിരുന്നു. ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തി. ആം ആദ്മി MLA-മാരെ BJP കോഴ വാഗ്ദാനം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിലെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് സംഘമെത്തിയത്. ഇത് തുടർച്ചയായ 2ാം ദിവസമാണ് ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തുന്നത്. ഇന്നലെ EDയുടെ സമൻസ് എത്തിക്കാനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ഡൽഹി പോലീസ് എത്തിയത്. തന്റെ മരണവാർത്ത സ്വയം വ്യാജമായി സൃഷ്ടിച്ചെന്ന മോഡലും നടിയുമായ പൂനം പാണ്ഡെ അർബുദ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് വ്യാജവാർത്ത സൃഷ്ടിച്ചതെന്ന് താരം പറയുന്നു. വേദനിപ്പിച്ചതിന് മാപ്പ് ചോദിച്ച് താരം വീഡിയോ പങ്കുവച്ചു. സർവിക്കൽ ക്യാൻസർ മൂലം വ്യാഴാഴ്ച അന്തരിച്ചുവെന്ന് താരത്തിന്റെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ പേജിലാണ് അറിയിപ്പ് വന്നത്. I'm alive. I didn't die because of cervical cancer. Unfortunately, I cannot say that about those hundreds and thousands of women who have lost their lives because of cervical cancer. It is not because they couldn't do anything about it, because they had no idea what to do. I'm here to tell you that, unlike other cancers, cervical cancer is preventable. All you have to do is you have to get your tests done and you have to get HPV vaccine. We can do all this and more to make sure there is no more life lost to this disease. Please log on to www.poonampandeisalive.com. കായിക വാർത്തകൾ. വിശാഖപട്ടണം ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി തിളക്കവുമായി യുവതാരം യശസ്വി ജയ്സ്വാൾ. കരിയറിലെ 6ാം മത്സരത്തിനാണ് ജയ്സ്വാൾ ഡബിൾ സെഞ്ചുറി നേടിയത്. 22 വയസ്സ് മാത്രം പ്രായമുള്ള യശസ്വി ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി കണ്ടെത്തുന്ന 3ാമത്തെ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനായി. In Test match cricket. And double 100. In fact, the third youngest after Vinod Kamble and Sunny Gavaskar. A special moment this. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5785, പവന് 46,280. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4800, പവന് 38,400. വെള്ളി ഗ്രാമിന് 77, കിലോയ്ക്ക് 77,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി